ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെയൊക്കെ വികാരമായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങയുടെ കൊത്ത് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട. അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് വീണ്ടും അതൊന്നുകൂടെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ഉപ്പും ഇറച്ചി മസാലയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. വേറൊരു മസാല ഞാൻ അതിൽ ചേർത്തിട്ടില്ല. ആ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് സവാളയും ഇതൊക്കെ വഴറ്റിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ.